ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ജനുവരി 28. പിങ്ക് കോട്ട്. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 9-ാം അധ്യായം 7-ാം വാക്യം. മാളിൻ്റെ പുറത്തേക്കുള്ള കവാടത്തിലേക്ക് ബ്രെൻഡ നടക്കുകയായിരുന്നു. അപ്പോൾ ഡിസ്പ്ലേ വിൻഡോയിൽ നിന്ന് ഒരു പിങ്ക് നിറം അവളുടെ കണ്ണിൽപ്പെട്ടു. അവൾ തിരിഞ്ഞു. കോട്ടൺ ക്യാൻഡി നിറമുള്ള ആ കോട്ടിന് മുന്നിൽ ആകൃഷ്ടയായി നിന്നു. ഓ, ഹോളിക്ക് അത് എത്ര ഇഷ്ടമാകും! അവിവാഹിതയായ അവളുടെ സഹപ്രവർത്തകയ്ക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഹോളിക്ക് ഒരു കോട്ട് ആവശ്യമാണെന്ന് ബ്രെൻഡയ്ക്ക് അറിയാമായിരുന്നെങ്കിലും തൻ്റെ സുഹൃത്ത് ഒരിക്കലും തനിക്കായി അത്തരമൊരു കാര്യത്തിന് പണം ചിലവഴിക്കുകയില്ലെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. ചെറുതായൊന്ന് ആലോചിച്ചതിന് ശേഷം അവൾ ഒന്ന് പുഞ്ചിരിച്ചു. പിന്നെ പേഴ്സ് കയ്യിലെടുത്ത് കോട്ട് ഹോളിയുടെ വീട്ടിലേക്ക് അയക്കാൻ ഏർപ്പാട് ചെയ്തു. അവൾ ഒരു പേര് വയ്ക്കാത്ത കുറിപ്പ് ചേർത്തു. താങ്കൾ വളരെ പ്രിയപ്പെട്ടവളാണ്. ബ്രെൻഡ തൻ്റെ കാറിൽ നൃത്തം ചെയ്തു. ദൈവിക പ്രോത്സാഹനത്താലുള്ള ദാനത്തിൻ്റെ ഒരു ഉപോൽപ്പന്നമാണ് സന്തോഷം. പൗലോസ് കൊരിന്ത്യർക്ക് ദാനം ചെയ്യുന്നതിനെക്കുറിച്ച് നിർദ്ദേശം നൽകിയപ്പോൾ അവൻ പറഞ്ഞു, അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ. സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. ഉദാരമായി വിതയ്ക്കുന്നവൻ ഉദാരമായി കൊയ്യും എന്നും അദ്ദേഹം കുറിച്ചു. ചില സമയങ്ങളിൽ നമ്മൾ വഴിപാട് പാത്രത്തിലേക്ക് പണം ഇട്ടുകൊടുക്കും. മറ്റു സമയങ്ങളിൽ നമ്മൾ പ്രയോജനമുള്ള ഒരു ശുശ്രൂഷയ്ക്ക് ഓൺലൈനായി സംഭാവന ചെയ്യുന്നു. തൻ്റെ സ്നേഹത്തിൻ്റെ മൂർത്തമായ പ്രകടനത്തിലൂടെ ഒരു സുഹൃത്തിൻ്റെ ആവശ്യത്തോട് പ്രതികരിക്കാൻ ദൈവം നമ്മെ നയിക്കുന്ന നിമിഷങ്ങളുണ്ട്. നമുക്ക് ഒരു ബാഗ് പലചരക്ക് സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാൻ കഴിയും. ഒരു ടാങ്ക് ഗ്യാസ്, അല്ലെങ്കിൽ തികച്ചും പിങ്ക് കോട്ടിൻ്റെ സമ്മാനം പോലും. ചിന്തിക്കുക, ഇന്ന് നിങ്ങൾക്ക് ആരോടാണ് ദൈവസ്നേഹം കാണിക്കാൻ കഴിയുക? നിങ്ങളുടെ ദാനം നിങ്ങളിലേക്ക് ഒരു സമ്മാനമായി മടങ്ങി വന്നതെങ്ങനെയാണ്? ദൈവത്തിന് മഹത്വം.